രേണു സുധിയും അവർക്കായി KHDC എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും നിർമ്മിച്ചു കൊടുത്ത സുധിലയം എന്ന വീട് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചാ വിഷയമാണ്. വീടിന്റെ പേര് പറഞ്ഞ് KHDC കൂട്ടായ്മയുടെ സ്ഥാപകൻ ഫിറോസ് രേണു സുധിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ദിനംപ്രതി വഷളാകുന്നു. കഴിഞ്ഞ ദിവസം KHDC സംഘടനയ്ക്കെതിരെയും ഫിറോസിനും എതിരെയും ശക്തമായ ഭാഷയിൽ രേണു പ്രതികരിച്ചിരുന്നു. രേണുവിന്റെ പുതിയ തുറന്നു പറച്ചിലുകളും മറുപടികളും വൈറലായ ശേഷം ശക്തമായ രീതിയിൽ സൈബർ ബുള്ളിംഗ് ഫിറോസിനും KHDCയും ഏറ്റുവാങ്ങുന്നുണ്ട്. ഇപ്പോഴിതാ തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ഫിറോസ് ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. നിർധര സഹായിക്കാൻ സാമ്പത്തിക സഹായം ചോദിക്കാൻ പോലും തനിക്ക് ഇപ്പോൾ ഭയമാണെന്ന് പ്രവാസിയായിരുന്ന ഫിറോസ് പറയുന്നു. ഒപ്പം പുതുതായി താൻ കൂടി ചുമതല വഹിക്കാൻ പോകുന്ന പ്രൊജക്ടിന്റെ വിശദ വിവരങ്ങളും ഫിറോസ് പങ്കിട്ടു. തന്റെ പെറ്റമ്മയാണ് ഈ ഖത്തർ. ഞാനിപ്പോൾ അവിടെ ഇരുന്ന് ഒരു പോസ്റ്റ് ഇടുന്നത് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് തന്ന ഞങ്ങളുടെ ഖത്തറിൽ നിന്ന് ജോലിയും ബിസിനസ്സും എല്ലാം അവസാനിപ്പിച്ച് വേരോടെ പിഴുത് നാട്ടിൽ പറിച്ചു നട്ടെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഇവിടേക്ക് വരാനും ചിലരെയെല്ലാം കാണാനും ഇവിടത്തെ മാളുകളിലും പാർക്കിങ്ങുകളിലും നടക്കാനും മനസ്സ് ഇടയ്ക്കിടെ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഹിലാലിലെ പഴയ ഇന്ത്യൻ എംബസിയുടെ പരിസരങ്ങൾ, ലുസൈലിലെ കൂറ്റൻ ബിൽഡിങ്ങുകളുടെ, മാമുറിയിലെ എന്റെ പഴയ വീട്ടിലെ കോമ്പൗണ്ട് തുടങ്ങി എന്തെല്ലാം പഴയ നന്മ നിറഞ്ഞ കണ്ണുകളിൽ ഈറൻ തന്ന ഓർമ്മകളാണ്. അന്നെല്ലാം ജോലി പ്രശ്നങ്ങൾ കൊണ്ട്, സ്പോൺസറായി നിന്ന് അവരുടെ പീഡനം കാരണം കൊണ്ട് ഒളിച്ചോടിയും വിസ തട്ടിപ്പിലും പെട്ടും ഒരുപാട് പേർ അഭയം നേടുന്ന സ്ഥലമായിരുന്നു ഇന്ത്യൻ എംബസി. മതിയായ ഷെൽട്ടറോ മറ്റൊന്നും അന്ന് എംബസിയിൽ ഇല്ലായിരുന്നു. ഒരു തകർന്ന കാർ ഷെഡിൽ അവർ കിടക്കുന്നത് ഇന്നും ഓർക്കുന്നു. തൊട്ടടുത്ത പള്ളിയിൽ ആയിരുന്നു അവർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്. ഭക്ഷണം പല ഹോട്ടലുകൾ ഫ്രീ ആയി തരുമായിരുന്നു. അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, പുതപ്പ് എല്ലാം ഞങ്ങളായിരുന്നു നൽകിയിരുന്നത്. ഓരോരുത്തരുടെയും ടിക്കറ്റും പാസ്പോർട്ടും എല്ലാം ശരിയാക്കി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റും വാങ്ങി ടിക്കറ്റും എല്ലാം അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ കിട്ടിയിരുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എല്ലാ സമയത്തും സ്വന്തം ഊഴം കാത്ത്, ഞങ്ങളുടെ സഹായം കാത്ത് അവിടെ 6-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ചൂടുകാലമായാൽ എന്റെ വീടിന്റെ കോമ്പൗണ്ട് വെള്ളത്തിന്റെ ബോട്ടിലുകളും ജ്യൂസും ഫ്രൂട്ട്സും എല്ലാം കൊണ്ട് നിറയുമായിരുന്നു. അവയെല്ലാം തണുപ്പിച്ച് ബോക്സുകളിലാക്കി സൂര്യൻ നെറുകയിൽ എത്തി ദാഹിച്ച് ക്ഷീണിച്ച് ജോലി ചെയ്തിരുന്ന ഒരുപാട് തൊഴിലാളികൾക്ക് എത്തിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പോയിരുന്നത് ലുസൈൽ സിറ്റിയിലായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം. അഭിമാനത്തോടെ പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു നന്മ പിന്നീട് രാജ്യങ്ങളുടെയോ നിറത്തിന്റെയോ മതത്തിന്റെയോ ഭാഷയുടെയോ അതിരുകളില്ലാതെ ഒരു വലിയ കൂട്ടായ്മ ആവുകയായിരുന്നു. ലക്ഷക്കണക്കിന് പേരുടെ കണ്ണുകളിൽ സന്തോഷം രുചിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു കണ്ണിന്റെ ഉടമസ്ഥൻ പോലും ഞങ്ങളെ ആരെയും അവരെ സഹായിച്ചതിന്റെ പേരിൽ ഞങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടില്ല. ഖത്തറിൽ അവസാനിപ്പിച്ചത് അതാണ് ശരി. ഞാൻ ഇവിടെ നിന്ന് പോയപ്പോൾ എല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നും അതിലൊരുപാട് സങ്കടം ബാക്കിയുണ്ട്. അത് ഖത്തറിൽ അവസാനിപ്പിച്ചത് നാട്ടിൽ തുടങ്ങുകയായിരുന്നു. പതിവ് പോലെ എല്ലാ റിസ്ക്കും സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ഞാൻ തന്നെയായിരുന്നു ഇര. കുറച്ചു മാസമായി നിർത്തിവെച്ചതായിരുന്നു ഇതൊരു വീടാണ്. 4 മക്കൾ ഉൾപ്പെടുന്ന ഒരു കുടുംബം ജീവിക്കുന്ന അവരുടെ ഒരു കൊട്ടാരം. അതിലൊരു ഫോട്ടോയും നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ കമന്റ് ഇടണം. മുമ്പ് ഞാൻ ഒരു പുതിയ വീട് പൂർത്തീകരിച്ചു കൊണ്ട് പോസ്റ്റ് ചെയ്തിരുന്നു. വീടുകൾക്ക് ഇട്ടിരുന്ന കമന്റ് ഇടാൻ പറ്റുന്നുണ്ടോ ഇവിടെ? സാമ്പത്തിക സഹായമെല്ലാം നിങ്ങളിൽ നിന്ന് ചോദിക്കാൻ എനിക്ക് ഭയമാണ്. എന്റെ സ്വന്തം ബാങ്ക് ഫേസ്ബുക്ക് വരുമാനമോ രുചിക്കാതെ ദൈവത്തെ മാത്രം ഭയന്ന് ലക്ഷങ്ങൾ സക്കാത്ത് കൊടുക്കുന്ന എന്നെ രേണുസുധിയുടെ വീടിന്റെ പേരിൽ കള്ളനാക്കിയവരുള്ള നാടാണിത്. ഈ വീട് പൊന്നാനിയിലെ തീരദേശത്താണ്. ഇവർ ഇവിടെ നിന്ന് പെട്ടെന്ന് മാറിയാൽ സർക്കാർ കുറച്ച് തുക അവർക്ക് കൊടുക്കും. പിന്നെ ഞാനും ആരെങ്കിലും സ്വന്തമായി മുന്നോട്ട് വന്ന് കൂടെ കൂട്ടിയാൽ അവർ ചേർന്ന് വീട് വെച്ച് കൊടുക്കും. എനിക്ക് വേണ്ടത് ഇത് മാത്രം. പൊന്നാനി പരിസരത്ത് ഒരു 3-4 സെന്റ് സ്ഥലം മാന്യമായ വിലയ്ക്ക് വേണം. അതല്ല ഒരു വീട് സ്ഥലവുമാണെങ്കിൽ അങ്ങനെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. മരണത്തിനല്ലാതെ മറ്റാർക്കും നമ്മളെ തടയാൻ കഴിയില്ല. നമ്മുടെ കൂടെ സത്യസന്ധത ഉണ്ടെങ്കിൽ എന്നായിരുന്നു ഫിറോസിന്റെ കുറിപ്പ്.